ശ്രദ്ധിക്കുക, ഒറ്റയ്ക്കുള്ള ഡ്രൈവിംഗ് പഠനം സുരക്ഷിതമല്ല. ഡ്രൈവിംഗ് സ്കൂളിന്റെ സഹായത്തോടെ ലേണേഴ്സ് ലൈസൻസ് എടുത്തതിന് ശേഷം ഡ്രൈവിംഗ് പഠനം ആരംഭിക്കുക. ആദ്യം തന്നെ നമ്മൾ വാഹനത്തിൻ്റെ ഫ്രണ്ടിലെ വിൻഷീൽഡിലുള്ള ഈ ഒരു മിസ്റ്റ് മാറ്റുക. ഈ മിസ്റ്റ് മാറ്റണമെന്നുണ്ടെങ്കിൽ എന്താണ് ചെയ്യേണ്ടത്? ഹലോ ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഒരു വാഹനം നമ്മൾ മഴക്കാലത്ത് ഡ്രൈവ് ചെയ്യുമ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം? മഴക്കാലത്ത് ഡ്രൈവ് ചെയ്യുമ്പോൾ നിങ്ങൾ ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിക്കണം. കാരണം വലിയ അപകടങ്ങൾ ഉണ്ടാകാൻ സാധ്യതകൾ കൂടുതലാണ്. അതായത് ഒരു ഉദാഹരണം പറഞ്ഞിട്ട് ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ ഞാൻ വണ്ടി ഓടിച്ച് നിങ്ങളെ കാണിച്ചു തരാം. നിങ്ങൾ ശ്രദ്ധിച്ച് കാണുക, ഒരറിവും ചെറുതല്ല, നിങ്ങൾ വീഡിയോ ശ്രദ്ധയോടെ കാണുക. അതായത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, മഴക്കാലത്ത് പലരും വാഹനം യൂസ് ചെയ്യുമ്പോൾ, എത്ര എക്സ്പേർട്ട് ആയിട്ടുള്ള ഡ്രൈവർ ആയിക്കോട്ടെ, വാഹനം യൂസ് ചെയ്യുമ്പോൾ വാഹനം വളരെ മോശമായിട്ട് ഡ്രൈവ് ചെയ്യാറുണ്ട്. എന്തുകൊണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നല്ല ഹെവി ആയിട്ട് മഴ പെയ്യുന്ന സാഹചര്യത്തിൽ പെട്ടെന്ന് ഉദ്ദേശിക്കുന്ന സ്ഥലത്തെത്തുവാനായിട്ട്, ഉദാഹരണം വീട്ടിലെത്തണം, അല്ലെങ്കിൽ ഓഫീസിലെത്തണം, അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഒരു സ്ഥലത്തെത്തുവാനായിട്ട് മഴ കൂടുന്നതിന് മുന്നേ എത്തുവാനായിട്ട് വാഹനം വളരെ വേഗത്തിൽ ഓടിക്കും. വളരെ വേഗത്തിൽ ഓടിക്കുന്ന സാഹചര്യങ്ങളിലുള്ള ഒരു പ്രോബ്ലം, പെട്ടെന്നൊന്ന് നമ്മുടെ വാഹനം ഒന്ന് സഡൻ ബ്രേക്ക് ചെയ്ത് നിർത്തേണ്ട സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാൽ നമുക്ക് വാഹനത്തിന് ബ്രേക്ക് അപ്ലൈ ചെയ്താൽ വാഹനത്തെ വളരെ വേഗത്തിൽ നിർത്താനായിട്ട് കഴിയില്ല. കാരണം മഴ പെയ്തതുകൊണ്ട് തന്നെ, റോഡ് നനഞ്ഞ് കിടക്കുന്നത് കൊണ്ട് തന്നെ ബ്രേക്ക് അപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് കൃത്യമായിട്ട് വാഹനത്തെ നിർത്താൻ കഴിയത്തില്ല, അപകടങ്ങൾ ഉണ്ടാകും. ഇനി അടിസ്ഥാനപരമായി നിങ്ങൾ ഡ്രൈവ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഞാനിത് കാണിച്ചു തരാം, നിങ്ങൾ മനസ്സിലാക്കുക. ആദ്യം തന്നെ നമ്മൾ വാഹനത്തിൻ്റെ ഫ്രണ്ടിലെ വിൻഷീൽഡിലുള്ള ഈ ഒരു മിസ്റ്റ് മാറ്റുക. ഈ മിസ്റ്റ് മാറ്റണമെന്നുണ്ടെങ്കിൽ എന്താണ് ചെയ്യേണ്ടത്? നമുക്ക് AC ഇട്ടേ അത് മാറ്റാൻ കഴിയത്തുള്ളൂ. കാരണം എന്താണ്? വാഹനത്തിൻ്റെ വെളിയിലുള്ള ഒരു ടെമ്പറേച്ചർ വ്യത്യസ്തമാണ്, വാഹനത്തിൻ്റെ ഉള്ളിലുള്ള ടെമ്പറേച്ചർ വ്യത്യസ്തമാണ്. ഇത് രണ്ടും കൂടെ സെയിം ആയിട്ട് വന്നെങ്കിൽ മാത്രമേ നമുക്ക് ഈ ഒരു മിസ്റ്റ് മാറി ക്ലിയർ ആയിട്ടുള്ളൊരു വ്യൂ കിട്ടത്തുള്ളൂ. അപ്പോൾ അതിന് ചെയ്യേണ്ട ഒരേ ഒരു കാര്യം AC ഇടുക. AC ഇട്ടതിന് ശേഷം നമുക്ക് വാഹനത്തിൻ്റെ ഡാഷ്ബോർഡിൻ്റെ ഫ്രണ്ടിൽ നിന്ന്, ഈ ഒരു ഭാഗത്ത് നിന്ന് ACയുടെ കാറ്റ് ക്ലിയർ ആയിട്ട് വിൻഷീൽഡിലേക്ക് അടിച്ചെങ്കിൽ മാത്രമേ നമുക്ക് ഈ ഒരു മിസ്റ്റ് മാറി കിട്ടത്തുള്ളൂ. അപ്പോൾ അതിനുവേണ്ടി നിങ്ങൾ ചെയ്യേണ്ടത്, വാഹനത്തിൻ്റെ നിങ്ങളുടെ ACയുടെ നോബ് നോക്കുക. ഇത് മാനുവലായിട്ട് നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന AC നോബുകൾ നമുക്കിവിടെ കാണാം. ഈ AC നോബിൽ നിങ്ങൾ നോക്കുക, ഇവിടെ ആദ്യത്തെ ഒരു നോബ് നിങ്ങളെ കാണിക്കാം. ഈ ഒരു നോബ് എന്ന് പറയുന്നത് നമ്മളുടെ ദേഹത്തേക്ക് കാറ്റ് കിട്ടുന്ന, അതായത് AC കിട്ടുന്ന ഒരു നോബാണ്. ഇത് ഞാൻ ജസ്റ്റ് ഇങ്ങോട്ടൊന്ന് തിരിച്ചു കഴിഞ്ഞാൽ ഈ ഒരു ഡോട്ട് ഈ ഒരു ഭാഗത്ത് വന്നു കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ കാലിലും നമ്മളുടെ മുഖത്തെ ഭാഗത്തും നമുക്ക് കൃത്യമായിട്ടുള്ളൊരു AC കിട്ടും. ഇനി ഇവിടെ ഒരു നോബുണ്ട്. ഈ ഒരു നോബ് ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് കാലിൻ്റെ ഭാഗത്ത് മാത്രമാണ് AC കിട്ടുന്നത്. പിന്നെയുള്ളത് ഈ ഒരു നോബ് ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് വാഹനത്തിൻ്റെ ഫ്രണ്ടിലെ ഈ ഒരു ഭാഗത്തും അതോടൊപ്പം തന്നെ നമ്മളുടെ കാലിലേക്കും നമുക്ക് കൃത്യമായിട്ട് മിസ്റ്റ് കിട്ടും. പിന്നെ തൊട്ട് താഴെ കിടക്കുന്ന ഈ ഒരു നോബ് നിങ്ങൾ നോക്കുക, 3 വരയോട് കൂടി ഉള്ള ഒരു നോബ് കാണാം. ഈ ഒരു നോബ് ഇട്ടാലേ നമുക്ക് പൂർണ്ണമായിട്ടും വിൻഷീൽഡിലേക്കുള്ള ഒരു AC കിട്ടത്തുള്ളൂ. അപ്പോൾ എന്ത് ചെയ്യണം? ആദ്യം ഈ ഒരു നോബ് നമ്മൾ പൂർണ്ണമായിട്ടും തിരിച്ച് ഇടുക. ഇട്ടതിന് ശേഷം നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങളുടെ വാഹനത്തിൻ്റെ ACയുടെ അതായത് സ്പീഡ് അഡ്ജസ്റ്റ് ചെയ്യാനായിട്ടുള്ള ഫാൻ ഓൺ ആക്കുക. ഫാൻ ഓൺ ആക്കുന്ന സമയത്ത് നമുക്കിവിടെ AC ഹൈ സ്വിച്ചും AC ലോ സ്വിച്ചും ഉണ്ട്. അതിനകത്ത് AC ഹൈ സ്വിച്ച് ഇട്ട് കൊടുക്കുക. ഞാനിത് ഫാൻ ജസ്റ്റ് ഒന്ന് ഓൺ ആക്കുന്നു. ഓക്കെ, വാഹനം സ്റ്റാർട്ട് ചെയ്തതിന് ശേഷം വേണം നിങ്ങളത് ചെയ്യാനായിട്ട്. ഞാനിത് വാഹനം സ്റ്റാർട്ട് ചെയ്യുന്നു. ഓക്കെ, ഈ ഒരു സ്വിച്ച് ഓൺ ആക്കുകയാണ്. ഇപ്പോൾ ഇവിടെ മിസ്റ്റ് കയറിയിട്ടുണ്ട്. ഇതേ നിങ്ങൾ നോക്കുക, ഞാനിത് ഈ സ്വിച്ച് ഒന്ന് ഓണാക്കി, അതായത് ഫാനിൻ്റെ സ്വിച്ച് ഓൺ ആക്കുന്നു. അതിനുശേഷം AC ഹൈ ഇട്ട് കൊടുക്കുന്നു. വീണ്ടും നിങ്ങൾ നോക്കുക, ഞാൻ ഈ സ്വിച്ചിൻ്റെ സ്പീഡ്, അതായത് ACയുടെ ഫാനിൻ്റെ സ്പീഡ് കൂട്ടുകയാണ്. ഇപ്പോൾ ഏകദേശം 4 ഇട്ടിട്ടുണ്ട്. 1 2 3 4. ഇത് നിങ്ങൾ നോക്കുക, ഇപ്പോൾ ഈ ഒരു മിസ്റ്റ് പൂർണ്ണമായിട്ട് മാറുന്നുണ്ട്. നിങ്ങൾ നോക്കുക, ഈ ഒരു മെത്തേഡിലായിരിക്കണം നമ്മൾ ഫസ്റ്റ് വാഹനത്തിൻ്റെ AC ഇട്ടിട്ട് ഈ ഒരു മിസ്റ്റ് മാറ്റേണ്ടത്. ഇത് തുടക്കക്കാർ കൃത്യമായിട്ടും ശ്രദ്ധിക്കണം. ഓക്കെ, ഇത് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, കൃത്യമായിട്ട് വാഹനം സ്റ്റാർട്ട് ചെയ്തതിന് ശേഷം AC ഇടാനായിട്ട് ശ്രമിക്കുക. ഇപ്പോൾ നിങ്ങൾ നോക്കുക, ഈ ഒരു ഭാഗത്തെ മിസ്റ്റും കൂടെ മാറി വരുന്നുണ്ട്. ഇനി നിങ്ങൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം കൂടെ ഞാൻ പറയാം. എനിക്ക് സംഭവിച്ചൊരു മിസ്റ്റേക്കും കൂടെയാണ് ഷെയർ ചെയ്യുന്നത്. അതായത് നിങ്ങൾ കൃത്യമായിട്ടും മഴക്കാലം ആരംഭിക്കുമ്പോൾ തന്നെ നിങ്ങളുടെ വാഹനത്തിൻ്റെ വൈപ്പർ ബ്ലേഡ് നിങ്ങൾ നേരത്തെ തന്നെ ചേഞ്ച് ചെയ്ത് പുതിയ ബ്ലേഡ് ഇടണം. പഴയ ബ്ലേഡ് ഉപയോഗിക്കരുത്. ഇപ്പോൾ എൻ്റെ വാഹനത്തിന് പഴയ ബ്ലേഡാണ് കിടക്കുന്നത്. എനിക്ക് സംഭവിച്ചൊരു മിസ്റ്റേക്ക് നിങ്ങളെ കാണിച്ചു തരാം. ഞാനിത് വൈപ്പർ ഇടുകയാണ്. കണ്ടില്ലേ? വൈപ്പർ ഇട്ടപ്പോൾ നിങ്ങൾ നോക്കുക, വൈപ്പർ ബ്ലേഡ് വാഹനത്തിന് വിൻഷീൽഡിൽ ഉരഞ്ഞിട്ട് ഒരു സൗണ്ട് നമുക്ക് കേൾക്കാം. അത് നമ്മളുടെ വാഹനത്തിൻ്റെ വിൻഷീൽഡിന് കംപ്ലൈൻറ്റ് ഉണ്ടാകാൻ സാധ്യതയുണ്ട്. കാരണം സ്മൂത്ത് ആയിട്ടുള്ള ഒരു വൈപ്പിംഗ് അല്ല നടക്കുന്നതെങ്കിൽ, ചെറിയ പൊടിയോ തരിയോ ഒക്കെ ഉണ്ടെങ്കിൽ നമ്മളുടെ വാഹനത്തിൻ്റെ ഗ്ലാസ് പോറാനുള്ള സാധ്യതയുണ്ട്. അതോടൊപ്പം തന്നെ അത് ശരിയല്ല. അപ്പോൾ അതിനെന്ത് ചെയ്യണം? നിങ്ങൾ വൈപ്പർ ബ്ലേഡ് കൃത്യമായിട്ട് മാറുക. ഇപ്പോൾ ഞാൻ വൈപ്പർ ഇട്ടു.
ഫ്രണ്ടിലേക്കുള്ള ആ ഒരു മിസ്റ്റും കൂടെ കൊടുത്തപ്പോൾ നമുക്ക് ഗ്ലാസ് പൂർണ്ണമായിട്ട് ക്ലീൻ ആയിട്ടുണ്ട്. ഇനി വേണം നിങ്ങൾ വാഹനം മുന്നോട്ടെടുത്ത് പോകാനായിട്ട്. ഇനി മഴക്കാലത്ത് വാഹനം ഡ്രൈവ് ചെയ്യുമ്പോൾ നിങ്ങൾ പാലിക്കേണ്ട കുറച്ച് നല്ല ഡ്രൈവിംഗ് ഹാബിറ്റുകൾ ഞാൻ പറഞ്ഞുതരാം. ഇത് എനിക്ക് മനസ്സിൽ തോന്നിയ ചില കാര്യങ്ങളാണ്. നിങ്ങൾക്ക് അത് ഉചിതമാണെന്ന് തോന്നിയാൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ ഒന്ന് രേഖപ്പെടുത്തുക. നിങ്ങളുടെ ഡ്രൈവിങ്ങിൽ ഈ കാര്യങ്ങളോടെ ഒന്ന് ശ്രദ്ധിക്കുക. അതായത് നമ്മളൊരു വാഹനം മഴക്കാലത്ത് ഡ്രൈവ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇപ്പം തന്നെ നിങ്ങൾ നോക്കുക, ഇവിടെ ഇപ്പോൾ മഴ പെയ്യുന്നില്ല, പക്ഷെങ്കിൽ വാഹനത്തിൻ്റെ വിൻഷീൽഡിൽ മിസ്റ്റ് കയറിയിട്ടുണ്ട്. മിസ്റ്റ് കയറിക്കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണം? ജസ്റ്റ് നമ്മളുടെ വാഹനത്തിൻ്റെ വൈപ്പർ സ്വിച്ച് ഒന്ന് ഇട്ട് കൊടുക്കുക. മിസ്റ്റ് അപ്പോഴത്തേന് ക്ലീൻ ആകും. ക്ലീൻ ആയാൽ ഉടൻ തന്നെ വൈപ്പർ സ്വിച്ച് ഓഫ് ചെയ്ത് കൊടുക്കുക. അതോടൊപ്പം തന്നെ ചെറുതായിട്ടാണ് മഴ പെയ്യുന്നതെങ്കിൽ ഈ ഒരു കാര്യമേ നിങ്ങൾ ചെയ്യാവുള്ളൂ. എന്നാൽ ചില ആൾക്കാർ വാഹനം ഓടിക്കുന്ന എക്സ്പേർട്ട് ആയിട്ടുള്ള ഡ്രൈവർമാർ തന്നെ ചെയ്യുന്ന ഒരു രീതിയാണ്, ഞാൻ പലരും ഓടിക്കുമ്പോൾ ശ്രദ്ധിച്ചിട്ടുള്ള ഒരു കാര്യമാണ്. ചെറിയൊരു മഴ പെയ്താലും കണ്ടിന്യൂസ് ആയിട്ട് വൈപ്പർ ഇട്ടുകൊണ്ടിരിക്കും, ചുമ്മാ ഇട്ടുകൊണ്ടിരിക്കും. ഇങ്ങനെ ഇടുന്നത് ഒരു നല്ല ഡ്രൈവിംഗ് ഹാബിറ്റ് ആയിട്ട് എനിക്ക് തോന്നുന്നില്ല. മഴക്കാലത്ത് മഴയുടെ അളവ് കൂടുതലാണ്, ഹെവി ആയിട്ട് മഴ പെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് വൈപ്പറിൻ്റെ സ്പീഡ് കൂട്ടിയിടുന്നതിൽ തെറ്റില്ല. എന്നാൽ ചെറിയൊരു മഴയെ പെയ്യുന്നുള്ളൂ എങ്കിൽ നമ്മൾ ജസ്റ്റ് ഒന്ന് വൈപ്പർ ഇടുക. ഫ്രണ്ട് വിൻഷീൽഡ് ക്ലീൻ ആയാൽ ഉടൻ തന്നെ വൈപ്പർ ഓഫ് ചെയ്ത് കൊടുക്കുക. ഇപ്പം ഞാൻ അതാണ് ചെയ്തത്. ഇപ്പോൾ മിസ്റ്റ് ചെറുതായിട്ട് കയറി വരുന്നുണ്ട് ഫ്രണ്ടിൽ. ഏകദേശം നമുക്ക് മിസ്റ്റ് നന്നായിട്ട് കയറി വരുന്നു എന്ന് തോന്നിയാൽ എന്ത് ചെയ്യണം? വീണ്ടും നമ്മൾ ജസ്റ്റ് ഒന്ന് ഓണാക്കി കൊടുക്കുക, വീണ്ടും ഓഫ് ചെയ്ത് കൊടുക്കുക. ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വാഹനത്തിൻ്റെ വൈപ്പർ ബ്ലേഡിനും അതോടൊപ്പം തന്നെ ഇതുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന മോട്ടറുകൾക്കൊക്കെ കൂടുതൽ ഉപയോഗം വരുന്നില്ല, ആവശ്യത്തിനുള്ള ഒരു ഉപയോഗം മാത്രമാണ് വരുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഒരു കാര്യം നിങ്ങൾ ഡ്രൈവിങ്ങിൽ ശ്രദ്ധിക്കുന്നത് വളരെ നല്ലതായിട്ട് എനിക്ക് തോന്നുന്നു. ഇനി അതുപോലെ തന്നെ മഴക്കാലത്ത് നിങ്ങൾ വാഹനം ഉപയോഗിക്കുമ്പോൾ പ്രധാനമായിട്ടും നിങ്ങളുടെ വാഹനത്തിൻ്റെ ടയറിൻ്റെ ഗ്രിപ്പ്, അതായത് ടയർ തേഞ്ഞ് തീർന്ന ടയറുകളൊക്കെയാണ് നിങ്ങൾ ഉപയോഗിക്കുന്നതെങ്കിൽ റീപ്ലേസ് ചെയ്ത് പുതിയ ടയറിലേക്ക് വരാനായിട്ട് ശ്രമിക്കണം. അതോടൊപ്പം തന്നെ ഡ്രൈവ് ചെയ്യുന്ന സാഹചര്യങ്ങളിൽ പരമാവധി ശ്രദ്ധിച്ച് വാഹനം ഓടിക്കാനായിട്ട് ശ്രമിക്കുക. കാരണം വാഹനത്തിൻ്റെ വേഗത കൂടിക്കഴിഞ്ഞാൽ റോഡിൽ ഓൾറെഡി മഴ കഴിഞ്ഞിട്ടാണെങ്കിലും ചെറിയ വെള്ളത്തിന് കണങ്ങൾ റോഡിലുണ്ടാകും. നമുക്ക് പെട്ടെന്നൊന്ന് ബ്രേക്ക് ചെയ്ത് നിർത്താനായിട്ട് ശ്രമിച്ചു കഴിഞ്ഞാൽ വാഹനത്തിൻ്റെ വേഗത കൂടുതലാണെങ്കിൽ നമുക്കത് ഒരിക്കലും വാഹനത്തെ നിർത്താനായിട്ട് കഴിയത്തില്ല. അത് ചെറിയ ചരലോട് കൂടിയ ചെളിയൊക്കെ ആണെങ്കിലും ഈ ഒരു ബുദ്ധിമുട്ടുണ്ടാകാൻ സാധ്യതയുണ്ട്. ഇനി അതുപോലെ തന്നെ തുടക്കക്കാർ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, മഴക്കാലത്ത് നമ്മൾ വാഹനം ഓടിച്ചു പോകുന്ന സാഹചര്യങ്ങളിൽ റോഡിൽ ഇത്തരത്തിലുള്ള വെള്ളങ്ങളൊക്കെ കിടക്കും. അപ്പോൾ നമ്മൾ പരിചയമില്ലാത്ത സ്ഥലങ്ങളിലാണ് പോകുന്നതെങ്കിൽ ചിലപ്പോൾ റോഡിൻ്റെ നടുക്ക് ചെറിയ കുഴികളിലൊക്കെ ആയിരിക്കും വെള്ളം കിടക്കുന്നത്. അതുകൊണ്ട് തന്നെ ഒറ്റയടിക്ക് വന്ന് നമ്മൾ ആ കുഴിയിലേക്ക് ഇറങ്ങാൻ നോക്കരുത്. വെള്ളം കിടക്കുന്നതുകൊണ്ട് നമുക്ക് ഒരു പക്ഷേ തോന്നും അവിടെ കുഴിയില്ല എന്ന് തോന്നും. പക്ഷേങ്കിൽ അങ്ങനെ നിങ്ങൾ അത് കൃത്യമായി മനസ്സിലാക്കി ഡ്രൈവ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. ചെറിയ വെള്ളങ്ങളിലേക്കൊക്കെ ചെല്ലുന്ന സാഹചര്യങ്ങളിൽ പരമാവധി വാഹനത്തിൻ്റെ വേഗത കുറച്ച് ആ ഒരു വെള്ളത്തിലേക്കൊക്കെ ഇറങ്ങാനായിട്ട് ശ്രമിക്കുക. അല്ലെങ്കിൽ കുഴിയിലേക്കൊക്കെ ചാടിക്കഴിഞ്ഞാൽ നമ്മളൊരു വാഹനത്തിൻ്റെ ഫ്രണ്ട് ടയറിൻ്റെ ഏത് സൈഡിലേക്കുള്ള കുഴിയിലേക്കാണോ ഇറങ്ങുന്നത് ആ ഒരു ഭാഗത്ത് കംപ്ലൈൻറ്റ് ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അതോടൊപ്പം തന്നെ വാഹനത്തിൽ യാത്ര ചെയ്യുന്ന യാത്രക്കാർക്ക് തീർച്ചയായിട്ടും വളരെയധികം ബുദ്ധിമുട്ടുകൾ ഉണ്ടാകാനുള്ള സാധ്യതകൾ കൂടുതലാണ്. അപ്പോൾ ആ ഒരു കാര്യം കൂടെ നിങ്ങൾ ശ്രദ്ധിക്കുക. പിന്നെ ശ്രദ്ധിക്കേണ്ട മറ്റൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം പറയാം. അതായത് പലർക്കും സംഭവിക്കുന്ന ഒരു മിസ്റ്റേക്കാണ്, മഴക്കാലത്ത് നമ്മൾ വണ്ടി ഓടിക്കുമ്പോൾ പ്രധാനമായിട്ടും സൈഡിലൂടെ യാത്ര ചെയ്യുന്ന യാത്രക്കാരെ നിങ്ങൾ കൃത്യമായിട്ടും ശ്രദ്ധിക്കണം. പലരും ചെയ്യുന്ന ഒരു റോങ് ആയിട്ടുള്ള ഒരു കാര്യമാണ്, മഴക്കാലത്ത് ഡ്രൈവ് ചെയ്തു പോകുന്ന സാഹചര്യങ്ങളിൽ സൈഡിൽ വെള്ളങ്ങളൊക്കെ ഉണ്ടാകും. ചിലപ്പോൾ സൈഡിലൂടെ ആയിരിക്കും ആൾക്കാർ നടന്നു പോകുന്ന സാഹചര്യത്തിൽ വെള്ളത്തിൽ കൊണ്ടുപോയി വാഹനം ചാടിക്കുകയും കൃത്യമായിട്ട് സൈഡിൽ യാത്ര ചെയ്യുന്ന യാത്രക്കാരുടെ ദേഹത്ത് വെള്ളം തെറിച്ച് വളരെ ബുദ്ധിമുട്ടുകൾ അവർക്കുണ്ടാകാൻ സാധ്യതയുണ്ട്. അത് പിന്നീട് വലിയ വഴക്കിലേക്കും ബുദ്ധിമുട്ടുകളിലേക്കൊക്കെ പോകും. അതുകൊണ്ട് തന്നെ നിങ്ങൾ കൃത്യമായിട്ട് വാഹനം ഓടിച്ചു പോകുന്ന സാഹചര്യങ്ങളിൽ മഴക്കാലത്ത് ഡ്രൈവ് ചെയ്യുമ്പോൾ ഇത് ശ്രദ്ധിക്കണം. മുന്നിലൊരാൾ പോകുന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? നമ്മൾ ജസ്റ്റ് കുറച്ച് നേരത്തെ ഒന്ന് ഹോൺ അടിച്ചു കൊടുത്തേക്കുക. ഹോൺ അടിച്ചു കൊടുത്തു കഴിയുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മുടെ ഒരു വാഹനം വരുന്നുണ്ടെന്ന് അവർക്ക് മനസ്സിലാക്കാൻ കഴിയും. അതനുസരിച്ച് നമ്മൾ കൃത്യമായിട്ട് വാഹനത്തിൻ്റെ വേഗത കുറച്ച് സൈഡിൽ ഇത്തരത്തിലുള്ള വെള്ളങ്ങളൊക്കെ കിടപ്പുണ്ടെങ്കിൽ നമ്മൾ ജസ്റ്റ് അവിടെ ഒക്കെ ഒന്ന് മാറിപ്പോവുക. ഇനി ഓപ്പോസിറ്റ് ഒരു വണ്ടി വന്നു കഴിഞ്ഞാലും ആ വെള്ളത്തിൽ ഇറങ്ങേണ്ട സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാൽ നമ്മുടെ വണ്ടിയുടെ വേഗത ജസ്റ്റ് കുറച്ച് പതുക്കെ നമ്മൾ വെള്ളത്തിൽ ഇറങ്ങി കയറി പോകാനായിട്ട് നിങ്ങളിത് ശ്രദ്ധിക്കണം. ഇത് ചെറിയൊരു കാര്യമല്ല, വളരെ പ്രധാനപ്പെട്ട ഒരു പോയിൻ്റാണ്. നിങ്ങൾ ഈ ഒരു കാര്യം കൂടെ ശ്രദ്ധിക്കുക. അപ്പോൾ ഇതൊക്കെയാണ് പ്രധാനമായിട്ട് നിങ്ങളൊരു വാഹനം മഴക്കാലത്ത് ഡ്രൈവ് ചെയ്യുമ്പോൾ അടിസ്ഥാനപരമായിട്ട് ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങൾ. എ സിയുടെ ഉപയോഗം കൃത്യമായിട്ട് നിങ്ങൾ മനസ്സിലാക്കുക, അതെങ്ങനെയാണ് ഉപയോഗിക്കുന്നതെന്ന് മനസ്സിലാക്കുക. കൃത്യമായിട്ടും വാഹനത്തിൻ്റെ 4 ഗ്ലാസുകളും കയറ്റിയിട്ടതിന് ശേഷം എ സി ഇടുക, എ സി ഉപയോഗിക്കുക.
അതോടൊപ്പം തന്നെ വൈപ്പർ യൂസ് ചെയ്യുമ്പോൾ വൈപ്പർ ബ്ലേഡ് പോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ നേരത്തെ മാറ്റിയിരിക്കണം. അതോടൊപ്പം തന്നെ വൈപ്പർ യൂസ് ചെയ്യുന്നത് ഇതുപോലെ ആവശ്യത്തിന് മാത്രം വൈപ്പർ യൂസ് ചെയ്യുക. അപ്പോൾ ഇങ്ങനെയുള്ള നല്ല ശീലങ്ങളൊക്കെ നമുക്ക് വാഹനം ഡ്രൈവ് ചെയ്യുന്ന അവസരങ്ങളിൽ മഴക്കാലത്തൊക്കെ ഡ്രൈവ് ചെയ്യുമ്പോൾ ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾ പ്രധാനമായിട്ട് ശ്രദ്ധിക്കാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഗുണമായെന്ന് വിശ്വസിക്കുന്നു. ഇതുമായിട്ട് ബന്ധപ്പെട്ട ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ഇനിയും വേണേൽ പറഞ്ഞു തരാനുണ്ട്. എന്നാൽ അടിസ്ഥാനപരമായിട്ട് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളാണ് ഞാൻ ഈ വീഡിയോയിൽ ഷെയർ ചെയ്തത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ മറക്കാതെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോയ്ക്ക് ഒരു ലൈക്ക് തരിക. അതോടൊപ്പം തന്നെ ഈ വീഡിയോ നിങ്ങളുടെ ഡ്രൈവിംഗ് പഠിക്കുന്ന കൂട്ടുകാരുടെ ഇടയിലേക്ക് ജസ്റ്റ് ഒന്ന് ഷെയർ ചെയ്ത് നൽകുക. വീണ്ടും നമുക്ക് മറ്റൊരു വീഡിയോയുമായിട്ട് അടുത്തൊരു ദിവസം കാണാം. ഓക്കെ, ബൈ. ശ്രദ്ധിക്കുക, ഒറ്റയ്ക്കുള്ള ഡ്രൈവിംഗ് പഠനം സുരക്ഷിതമല്ല. ഡ്രൈവിംഗ് സ്കൂളിന്റെ സഹായത്തോടെ ലേണേഴ്സ് ലൈസൻസ് എടുത്തതിന് ശേഷം ഡ്രൈവിംഗ് പഠനം ആരംഭിക്കുക.